വേഗം സബ്ജക്റ്റിലേക്ക് കടക്കാം. സ്തോത്രം. ഇന്ന് വാസ്തവമായിട്ട് നമ്മൾ കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നിന്നായിരുന്നു. 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചത് ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. ആമേൻ. ഇവിടെ വരെയായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അവിടെ നമ്മൾ ചിന്തിച്ചു ആടാരാണ്? വീണ്ടും ജന്മം പ്രാപിച്ച ദൈവ കുടുംബത്തിൽ ജനിച്ചവർ. ആട്ടിൻ തൊഴുത്ത് എന്താണ്? ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ഇത്തരം വീണ്ടും ജന്മം പ്രാപിച്ചവരുടെ കൂട്ടം മാത്രമാണ് ആട്ടിൻ തൊഴുത്ത്. വാതിൽ എന്താണ്? ക്രിസ്തു തന്നെയാണ് വാതിൽ. ക്രിസ്തുവിനെ കുറിച്ചൊരു ചരിത്രമല്ല, അവൻ്റെ അറ്റോൺമെൻ്റ് അല്ല, അല്ലെങ്കിൽ അവനെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രാസംഗികരല്ല, ശുശ്രൂഷകരല്ല. ഈ ഹിംസെൽഫ് ഈസ് ദ ഡോർ. ക്രിസ്തു തന്നെ വാതിൽ. സ്തോത്രം. ഇതല്ലാതെ വേറെ വഴി എന്താണ്? ക്രിസ്തുവിനെ കുറിച്ച് ചരിത്രപരമായി പ്രസംഗിക്കുന്നതോ, അത്ഭുത അടയാളങ്ങളിലൂടെ വരുന്നതോ, വേൾഡിന് കാര്യങ്ങൾ പ്രസംഗിക്കുന്നതോ, അല്ലെങ്കിൽ സ്തോത്രം ക്രിസ്തുവിനെ ഒരു സോഷ്യൽ വെൽഫെയർ സെൻ്ററായിട്ട് പ്രസംഗിച്ചു മനുഷ്യൻ്റെ ശാരീരികമായ കാര്യങ്ങൾ, അവൻ്റെ ഫ്ലഷിലുള്ള ഡിസയേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവന് ഭൗതികമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിന് ആശ്വാസങ്ങളോ നേടിക്കൊടുക്കുക. ഇങ്ങനെ ശരീരത്തിനും പ്രാണനും വേണ്ടി മാത്രമായിട്ട് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാതെ ശരീരത്തിലും പ്രാണനും വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം പ്രസംഗിക്കുന്നത്, ഇതൊക്കെയും തന്നെ വേറെ വഴിയാണ്. സ്തോത്രം. വഴി ഒന്നേ ഉള്ളൂ. ഐ ആം ദ വേ. പേഴ്സണലി ക്രിസ്തു തന്നെ. സ്തോത്രം. അങ്ങനെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. അപ്പം ഇങ്ങനെ കവരുന്നവൻ എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ സാറ്റർഡേയിൽ മെസ്സേജിൽ നമ്മൾ പറയാൻ കാരണമായി തീർന്നത്. എന്താണ് കവരുന്നത്? നമ്മുടെ വിലയേറിയ വിശ്വാസം. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്. കൃപ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞത്, ഭൂലോകത്തിലൊക്കെയും പോയി സർവ്വസൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക. വിശ്വസിക്കുന്നവൻ സ്നാനമേൽക്കും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ നിത്യശിക്ഷാവിധിയിലകപ്പെടും. സ്തോത്രം. അപ്പം സുവിശേഷം വിശ്വസിക്കുന്നവൻ്റെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യും? ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവ സ്വീകരിക്കും. അവർക്ക് അടുത്ത സ്റ്റെപ്പുകൾ. അപ്പോൾ അവർ കവർന്ന് കളയുന്നത്, വേറെ വഴിയായി കവരുന്നവർ നമ്മുടെ വിലയേറിയ വിശ്വാസത്തെ കവരും. പല മാർഗങ്ങൾ അതിനുപയോഗിക്കാം. നമ്മുടെ ഹൃദയത്തിൽ വിലയേറിയ വിശ്വാസം കൊണ്ട് നമ്മൾ നേടിയതായിട്ടുള്ള പല കാര്യങ്ങളും നിത്യജീവൻ നമ്മളെ വീണവർ വലിച്ചിടുവാനാണ് നോക്കുക. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം. അടുത്തത് നമ്മൾ നിൽക്കുന്ന അരശേക്കല്, നമ്മുടെ നീതീകരണം എന്ന് പറയുന്നത് കാൽവരി ക്രൂശിൽ നിവർത്തിച്ച നീതിയാണ്. അവനിൽ വിശ്വസിക്കുന്നവർക്കാണ്, അവനെ കൈക്കൊള്ളുന്നവർക്കാണ് ആ നീതി ദൈവം സൗജന്യമായിട്ട് കണക്കിടുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിലെ 25-26 വാക്യങ്ങൾ. അങ്ങനെ നമ്മളിൽ നിന്ന് മറ്റ് കൃപാവരങ്ങളൊക്കെ വേറെ കാര്യം. അടിസ്ഥാനമായി കിടക്കുന്നത് ക്രിസ്തുവേശുവിലുള്ള ആശ്രയം. അത് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഈ ലോകത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ വലയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അതാണ് പൗലോസ് ഗലാത്യരുടെ ലേഖനത്തിൽ പറഞ്ഞത്, ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. വേറൊരു സുവിശേഷമായിട്ട്, വേറൊരു ആത്മാവുമായിട്ട്, വേറൊരു യേശുമായിട്ട് വരുന്നവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. യോഹന്നാൻ എഴുതി അവർ വീട്ടിൽ കൈക്കൊള്ളരുത്, അവരോട് കുശലം പറയരുത്. അപ്പം അതിന് എഗൻസ്റ്റായിട്ട് അവർ മനുഷ്യരല്ലയോ, അവർ രക്ഷിക്കപ്പെടേണ്ടയോ, അവരോട് സുവിശേഷം പറയണ്ടയോ, അവർ നരകത്തിൽ പോകില്ലയോ, ഇതൊക്കെ ശത്രുവിൻ്റെ തന്ത്രങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത് ചിന്തിക്കാനുള്ള വിഷയമാണ് വേഴ്സ് 3. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ വേഴ്സ് 3. അവിടെ ചിന്തിക്കണമെങ്കിൽ ആ വാക്കുകളാണ് ഞാൻ വായിക്കുന്നത്. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇവിടെയാണ് ക്രിസ്തീയ ഗോളത്തിൽ, പെന്തക്കോസ്ത് ഗോളത്തിൽ നല്ലൊരു ശതമാനം വീണ് കിടക്കുന്നത്. വീണ്ടെടുപ്പുകാരനായി നമ്മെ രക്ഷിച്ചവനായി ക്രിസ്തുവിന്റെ ശബ്ദമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ളവർ ശിവന്റെ ആത്മാവിൽ അന്യഭാഷ പറയുന്നവരുണ്ട്. മറിയുടെ ആത്മാവ്, ഇതൊന്നും മറിയും ശിവനും അല്ല, വീണുപോയ ദുഷ്ടാത്മാക്കൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോക ദുഷ്ടാത്മ സേന എന്ന് പറഞ്ഞതാണ്. അറിയായി കൊണ്ട് എവിടെയെങ്കിലും ജഡത്തിന്റെ മോഹങ്ങളിലേക്ക് വശീകരിക്കപ്പെട്ട് സ്ലിപ്പായി പോയി. അതാണ് വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. അവൻ കവർന്നുകൊണ്ട്, വലിയേറെ വിശ്വാസം കവർന്നു കൊണ്ടുപോയി ഈ ലോകത്തിന്റെ ശക്തികളിലേക്ക്
അടുപ്പിച്ച് ചിലപ്പോൾ പ്രവാചകന്മാരിൽ കൂടി ആയിരിക്കാം, ചിലപ്പോൾ അനുഗ്രഹത്തിന്റെ സുവിശേഷത്തിൽ കൂടി ആയിരിക്കാം, പലരും കൂടെ കടന്നു വന്നിട്ട് വ്യാജ ആത്മാവില് ശക്തി, അന്യഭാഷ. ആമേൻ. ഞങ്ങൾ ദുബായിൽ ഒരു ചർച്ചിൽ ഒരു വീട്ടിനകത്ത് സുവിശേഷം പറയാനിടയായിരുന്നു. അപ്പം വീണ്ടും ജനത്തിന്റെ സുവിശേഷം തന്നെ മിക്കവാറും പറയുന്നത്. അവസാനം അവർ മടുത്തു, ഈ പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ട, സ്റ്റോപ്പേജ്. ഏകദേശം 3.5 വർഷം ആ വീടിനോട് ബേസ് ചെയ്ത് അവിടെ ഞങ്ങൾ സുവിശേഷം അറിയിച്ചതാണ്. അത് ഞങ്ങൾ അവിടുന്ന് റിജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് 2 പാസ്റ്റർമാർ അവിടെ വന്നു. 3 ദിവസത്തെ ശുശ്രൂഷകളിൽ അവിടെ എല്ലാവരും സ്നാനപ്പെട്ട് എല്ലാവർക്കും അന്യഭാഷ ദർശനങ്ങൾ, കൃപാവരങ്ങളൊക്കെ തീപ്പൊരി പരിപാടി നടന്നു. ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നതാണ്. ഇതുപോലെ വ്യാജ കച്ചവടം നടത്തുന്നത് വേണ്ടത്രയുണ്ട്. എന്താ? വേറെ ഇടയനാ വന്നത്. ഇടയന്റെ ശബ്ദമല്ല, യഥാർത്ഥ ഇടയന്റെ ശബ്ദമല്ല കേട്ടത്, വേറെ ഇടയന്റെ ശബ്ദം. ദൈവം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ ബോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുമെന്ന് 2 തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആ ഭവനത്തിൽ നടന്നു. 3.5 വർഷം സത്യം പ്രസംഗിച്ചിട്ടും ക്രിസ്തുവിന് വേണ്ട, ബുദ്ധിമുട്ടാ. സെൽഫിന്റെ ഡിസയേഴ്സ് കളയാൻ മടിയാ, വ്യാജമാർഗങ്ങൾ ഉപേക്ഷിക്കാൻ മടിയാ, വ്യാജമാർഗത്തിലുള്ള സമ്പാദ്യം ഉപേക്ഷിക്കാൻ മടിയാ. അങ്ങനെയൊക്കെ വന്നപ്പോൾ ദൈവം തന്നെ നല്ലൊരു വഴി അങ്ങ് തുറന്നു കൊടുത്തു. ബോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ ശക്തി. സ്തോത്രം. അത് അവിടുത്തെ വിഷയം. നമുക്ക് ഇനി അടുത്ത ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ്, ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങളൊന്ന് ചിന്തിക്കണം. ഇവിടെയാണ് നമുക്ക് നമ്മെ തന്നെയും ഓരോ ശബ്ദം കേൾക്കുന്നവരെയും, ഈവൻ യൂട്യൂബിൽ കേൾക്കുന്നവരാണെങ്കിൽ തന്നെയും, തന്നെത്താനെ ഒന്ന് വിവേചിച്ച് ഞാൻ ആരുടെ ശബ്ദം കേട്ടാണ് നടക്കുന്നത്? എൻ്റെ യാത്ര നിത്യജീവന്റെ വഴിയിൽ തന്നെയാണോ? എൻ്റെ യാത്ര ഞെരുക്കമുള്ള പാതയിൽ കൂടെ തന്നെയാണോ? ഇടുക്കമുള്ള വാതിൽ കൂടെയാണോ ഞാൻ പ്രവേശിച്ചിരിക്കുന്നത്? ഞാൻ ഇപ്പോൾ ഈ നിമിഷം പോയിക്കൊണ്ടിരിക്കുന്നത് ഞെരുക്കമുള്ള പാതയിലാണോ അല്ലയോ? ദൈവാത്മാവാണോ എന്നെ നടത്തുന്നത്? എൻ്റെ ബുദ്ധിയാണോ നടത്തുന്നത്? അല്ലെങ്കിൽ വേറെ ഇടയിലാണോ നടത്തുന്നത് എന്ന് ശരിയായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം 4-ാം വാക്യം ശുശ്രൂഷിക്കാനായിട്ട്. അല്ലെങ്കിൽ പ്രസംഗം ഇതുപോലെ കേൾക്കും. ശിവന്റെ ആത്മാവിൽ അന്യഭാഷ പറയുന്നവർ ശിവന്റെ ആത്മാവിൽ പറയും ആകാശരാജ്ഞി. എഫെസ്യർ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആകാശത്തിൽ അധികാരത്തിനും എന്ന് പറഞ്ഞ ആകാശത്തിൽ അധികാരമാണ് ഈ ആകാശരാജ്ഞി എന്ന് പറയുന്നത്. കത്തോലിക്കരത് ആകാശരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർഗത്തിന്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുന്നതൊക്കെ ഈ ശക്തിയോടാ. ഇതിൽ അന്യഭാഷ പറയുന്നവരുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ഈ ശബ്ദം കേൾക്കുന്ന ആർക്കും സംഭവിക്കാതിരിക്കാൻ, അഥവാ ആരെങ്കിലും ഓൺലൈനിൽ കേൾക്കുന്നവർ ആരുണ്ടെങ്കിലും തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാണ് വളരെ പ്രാർത്ഥനയോടും വളരെ ഡെഡിക്കേഷനോടും കർത്താവേ വ്യാജത്തിനുള്ള വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടെങ്കിൽ അത് നീക്കി തരാൻ നീ എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ, ഈ ശുശ്രൂഷയിൽ കൂടെ എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ ഞാൻ അതിന് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാം. എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് നിത്യജീവനായി ക്രിസ്തുവിന് മാത്രം മതി എന്ന് പറയാൻ ഒരു സമർപ്പണമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നടത്തിത്തരും. അപ്പോൾ റോമാലേഖനം ഇന്ന് തുടങ്ങി നമ്മൾ ദൈവം കൃപ ചെയ്യുകയാണെങ്കിൽ ചില ആഴ്ചകൾ തന്നെ എടുക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിന് 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങൾ ശുശ്രൂഷിച്ചിട്ട് വേണം നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം തുടർന്ന് ശുശ്രൂഷിക്കാൻ. കർത്താവിന്റെ ആത്മാവ് നടത്തുന്ന പോലെ നമ്മൾ നടത്തട്ടെ. ഞാൻ അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങൾ മലയാളത്തിൽ വായിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ആരെങ്കിലും വായിക്കണം, അതുകൊണ്ട് ഇന്ന് എടുത്തു വെച്ചോളൂ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിന് സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ.
സ്തോത്രം. നമുക്കൊരു വാക്ക് ഇംഗ്ലീഷ് കൊണ്ട് വായിച്ചോളൂ. There is therefore now no condemnation for those who are in Christ Jesus. For the law of the Spirit of life in Christ Jesus has set me free from the law of sin and death. For God has done what the law, weakened by the flesh, could not do, sending his own Son in the likeness of sinful flesh, and for sin he condemned sin in the flesh, in order that the just requirement of the law might be fulfilled in us, who walk not according to the flesh, but according to the Spirit. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കളായിരിക്കുന്നവർക്ക് കർത്താവ് വെളിപ്പെടുത്തുന്ന സ്നേഹത്താൽ മാത്രമേ ഈ വചനം ഞങ്ങൾക്ക് ആത്മാവിൽ ഗ്രഹിക്കാനും അവരുടെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധ്യമല്ലോ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, നിന്റെ കൃപയുണ്ടാൽ മാത്രമേ സാധ്യമാകുള്ളൂ. പരിശുദ്ധാത്മാവ ദൈവമേ, ഈ എളിവിനെയും ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന ആ യാഗരക്തത്താൽ കർത്താവ് മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്നവരുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിന്റെ രക്തം കൊണ്ട് മുദ്രയിടുകയാണ്. ദുഷ്ടന്റെ സകല പ്രവൃത്തികളെന്നും സത്യം ഗ്രഹിക്കാതെ വേണം, സത്യം അനുസരിക്കാതെ വേണം അടച്ചു വെച്ചിരിക്കുന്ന സകല ദുഷ്ട പ്രവൃത്തികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുത്രത്തിന്റെ അധികാരത്തോടെ ഛേദിച്ചു കളഞ്ഞ് ഹൃദയങ്ങളെ സ്വതന്ത്രമാക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. ഞാനിത് ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കാൻ പറഞ്ഞ കാരണം, സ്തോത്രം, കിങ് ജെയിംസ് വെർഷനിൽ മാത്രം നമ്മളത് വായിക്കുമ്പോൾ ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്നു എന്നുള്ള വാക്യം 1-ാം വാക്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നുകൂടെ വായിച്ചേ. ഫസ്റ്റ് വേഴ്സ് 1 ഒന്ന് വായിച്ചേ. ആരെങ്കിലും വായിച്ചോളൂ ഇംഗ്ലീഷില്. There is therefore now no condemnation to those who are in Christ Jesus, who do not walk according to the flesh, but according to the Spirit. ഞാനത് മലയാളത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിലാകുമ്പോൾ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ എന്ന് 1-ാം വാക്യത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇതേ കാര്യം തന്നെ 4-ാം വാക്യത്തിലും എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് 1-ാം വാക്യത്തിൽ നിന്ന് മലയാള ട്രാൻസ്ലേഷനിൽ ഒമിറ്റ് ചെയ്തതാണ്. ഈ പേരിൽ തന്നെ അനേക വിശ്വാസികൾ, ബുദ്ധിമാന്മാരായ വിശ്വാസികള്, സാധാരണക്കാരൊന്നല്ല, ഡോക്ടറേറ്റ് PhD എടുത്ത ബുദ്ധിമാന്മാർ തന്നെ ഈ ട്രാൻസ്ലേഷൻ, മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷാവിധിക്ക് അർഹരായി തീർന്നവരുണ്ട്. അപ്പൊ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ഞാൻ ഇങ്ങനെ ഒരു വിദ്വാനോട് വളരെ ഓർക്കിച്ചത്, സ്തോത്രം, അദ്ദേഹത്തിന് വായ അടപ്പിച്ചതാണ്. ഈ കാര്യങ്ങൾ നടന്നപ്പോൾ ഇതിന്റെ ട്രാൻസ്ലേഷൻ നടക്കുന്നത് 1800-കളിലാണ്. ചാൾസ് സ്പർജൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ ട്രാൻസ്ലേഷൻ, അതായത് നമ്മുടെ കിങ് ജെയിംസ് വെർഷനിൽ നിന്ന് ഹോട്ടൽ വെസ്റ്റ് കോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2 പേര് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിലും പബ്ലിക്കായിട്ട് കേൾക്കുന്നവർക്ക് പറയാനാണ്. ഗ്രീക്കിൽ നിന്നും ഹീബ്രുവിൽ നിന്നും ട്രാൻസ്ലേഷനിൽ കിങ് ജെയിംസ് ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു, സിനോണിമിസ് ഒന്നും എടുക്കാൻ പാടില്ല. മലയാളത്തിലാണെങ്കിൽ പര്യായ പദങ്ങൾ, ഗ്രീക്കിന്റെ പര്യായ പദങ്ങൾ, ഹീബ്രുവിന്റെ പര്യായ പദങ്ങൾ എടുക്കാതെ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു കണ്ടീഷൻ കൊടുത്തിരുന്നു. വളരെ ശക്തമായ ട്രാൻസ്ലേഷനാണ്. ഇന്നും ഏറ്റവും അംഗീകരിക്കപ്പെട്ട ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് കിങ് ജെയിംസ് ട്രാൻസ്ലേഷൻ തന്നെയാണ്. കാരണം തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് ഈ ഒരു കാര്യം ഡോക്ടറിനൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഡീപ്പായിട്ട് സംസാരിക്കുന്നത്. ഇവിടെ അല്പം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഹൃദയത്തെ ശരിയായി വാല്യൂ കൊടുക്കാതിരുന്നാൽ ഈ പ്രസംഗങ്ങളൊക്കെയും വ്യർത്ഥമായി തീരും. വ്യർത്ഥമായാൽ ഈ പറഞ്ഞത് ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നതിന് പകരം വേറെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ ദുബായിൽ സംഭവിച്ച കാര്യം ആദ്യം പറഞ്ഞു. എന്ന് പറയുന്നത് ചിന്തിച്ചതല്ല. സ്തോത്രം. പെട്ടെന്ന് തന്നെ നാവിൽ വന്നുകൊണ്ട് അത് പറഞ്ഞതാണ്. സ്തോത്രം. അപ്പോൾ ഈ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വീണ്ടും 1-ാം വാക്യത്തിൽ റിപ്പീറ്റ് ചെയ്യേണ്ടത് കൊണ്ടാണ് മലയാളം ട്രാൻസ്ലേഷനിൽ
1-ാം വാക്യത്തിൽ ആ കാര്യം ഒമിറ്റ് ചെയ്തിരിക്കുന്നത് ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ എന്നുള്ളത്. ഇതിന് എൻ്റെ മാത്രം അഭിപ്രായമല്ല. ഞാൻ പല ദേവദാസന്മാരുടെയും ലിറ്ററേച്ചറുകൾ വായിച്ചു നോക്കി. ചാൾസ് സ്പർജൻ വളരെ വ്യക്തമായിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്നു, ആമേൻ, ശേഷിച്ച കഷ്ണങ്ങളൊക്കെ ശേഖരിക്കുക. ഇവിടെ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്തു, അതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ ട്രാൻസ്ലേഷനിൽ തെറ്റൊന്നുമില്ല. മലയാളം ട്രാൻസ്ലേഷൻ, സത്യവേദ പുസ്തകത്തിലെ ട്രാൻസ്ലേഷൻ നമുക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാം. ശത്രു ഇതുപോലെയാണ് നമ്മളെ ഡൈവേർട്ട് ചെയ്യാനുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നത്. സ്തോത്രം. അത്ര അവിടെ പറഞ്ഞു നിർത്തുവാണ്. ഇനി യഥാർത്ഥ പോയിന്റിലേക്ക് കടക്കുകയാണോ? 8-ാം അധ്യായം 1-ാം വാക്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എന്നാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ഒന്നുകൂടി വായിച്ചേ. There is therefore. അപ്പോൾ അതിക്ക് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ അതുകൊണ്ടെന്നുള്ള ഒരു ക്ലോസ് കൊണ്ടുവന്നിരിക്കുന്നത്, ഒരു കൺജക്ഷൻ, ഒരു ക്ലോസ് കൊണ്ടുവന്നിട്ട് പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഞാനിപ്പോൾ ശിക്ഷാവിധിയിലാണോ ജീവിക്കുന്നത് നിത്യജീവനിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഡോക്ടറിന് ഇഷ്യൂ ആണ്. വെറുതെ ഒരു പ്രസംഗം കേട്ടിട്ട് ആമേ സ്തോത്രം നല്ല പ്രസംഗം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ഓൺലൈനിൽ കേൾക്കുന്നവരായാലും ലൈവായിട്ട് കേൾക്കുന്നവരായിട്ട് ഞാൻ പറയുന്നു, വെരി സീരിയസ് ഇഷ്യൂ ആണ്. അനേക ശ്രേഷ്ഠ ദൈവദാസന്മാര് ഈ റോമലേഖനം 7-ാം അധ്യായം 8-ാം അധ്യായം എടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. പലർക്കും അവരുടെ ജീവിതത്തിൽ അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാതെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഫെയിലായിട്ടുണ്ട്. അങ്ങനെ ഈ ശബ്ദം കേൾക്കുന്ന നമുക്ക് ആർക്കും തന്നെ സംഭവിക്കാതിരിക്കത്തക്കോണം വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്കിതിന്റെ കാര്യം ഗ്രഹിപ്പിച്ച് തരണം. അതുകൊണ്ട് വളരെ സ്ലോവില്, ഡോക്ടറിൽ ഇഷ്യൂ ആയതുകൊണ്ട് വളരെ സ്ലോവില് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആമേൻ, ദൈവത്തിന്റെ സഹായം ചോദിക്കാം. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാം. യൂട്യൂബിൽ കേൾക്കുന്നവരാണെങ്കിൽ കമന്റ്സ് ബോക്സിൽ ചോദിക്കാം. കർത്താവിന്റെ കൃപയാൽ സ്തോത്രം ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്, ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ, നാളെയാണ് കേൾക്കുന്നതെങ്കിൽ നാളെ, 1 വർഷം കഴിഞ്ഞ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടാണ് കേൾക്കുന്നെങ്കിൽ അപ്പോൾ, എപ്പോൾ കേൾക്കുന്നു അപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്. 2 ദിവസം മുമ്പുണ്ടായിരുന്നു കൊണ്ടോ 1 വർഷം മുമ്പുണ്ടായിരുന്നു കൊണ്ടോ അല്ല, ലൈവ് പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. സ്തോത്രം. അല്ലെങ്കിലോ ശിക്ഷാവിധി ഉണ്ട്. അപ്പൊ ഈ ഡോക്ട്രിൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് the deep necessity to abide in Christ. The deep necessity to abide in Christ. ക്രിസ്തുവിൽ അടിയുറച്ചു വസിക്കേണ്ട ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ therefore അല്ലെങ്കിൽ അതുകൊണ്ട് എന്ന് പോൾ പറയാനുള്ള കാരണം എന്താണ്, അവിടെ ക്ലോസ് വെക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നാം റോമാലേഖനം 7-ാം അധ്യായം പഠിക്കണം. അപ്പൊ റോമലേഖനം 7-ാം അധ്യായം പഠിക്കുമ്പോൾ വേറെ ഒരു 2 വിധത്തിലുള്ള ഉപദേശമാണ്. പോൾ കൺവെർട്ട് ആകുന്നതിന് മുമ്പ് ഉള്ള തന്റെ കാര്യമാണ് റോമലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത് എന്ന് പറയുന്ന അനേക PhD വിദ്വാൻമാരുണ്ട്. ഇത് ആത്മാവില് ഈ അനുഭവം അനുഭവിക്കാത്തവരാണ് അങ്ങനെ ബുദ്ധി കൊണ്ട് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇത് ആത്മാവിൽ മനസ്സിലാക്കിയിട്ട്, ഇതിന്റെ 2 വിധത്തിലുള്ള കാര്യം ആത്മാവിൽ മനസ്സിലാക്കിയിട്ട്, ഈ ശബ്ദം ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്ന മിക്കവരും തന്നെ മനസ്സിലാക്കിയിട്ടുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. ഇത് പോളിന്റെ കൺവെർഷന് ശേഷം, അതായത് ഓരോ ദൈവ പൈതലിലും നടക്കുന്ന കാര്യമാണ് ഈ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പോൾ വിവരിച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ റോമാലേഖനം 7-ാം അധ്യായം ശരിക്കും പഠിച്ചാൽ മാത്രമേ 8-ാം അധ്യായത്തില് അതുകൊണ്ട് therefore എന്ന ക്ലോസിന്റെ മീനിങ് മനസ്സിലാകുള്ളൂ. എന്നാൽ മാത്രമേ ക്രിസ്തുവേശുവിൽ ആണോ ഇല്ലയെന്ന് മനസ്സിലാകുള്ളൂ. എന്നാൽ മാത്രമേ നിത്യജീവന്റെ മാർഗത്തിലാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുകയുള്ളൂ. വളരെ സാവകാശം ചിന്തിച്ച് കേൾക്കണം. നിങ്ങൾ കേൾക്കുമ്പോഴും വളരെ സാവകാശം ഹൃദയത്തെ കൈക്കൊള്ളണം. കർത്താവേ, എനിക്കിത് ശരിക്കും ഗ്രഹിക്കണം. ഞാൻ എവിടെയെങ്കിലും തെറ്റായ ട്രാക്കിലാണെങ്കിൽ എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം. നിന്റെ കൃപയെ ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ ബുദ്ധിയുടെ പ്രമാണമല്ല കർത്താവേ, നിന്റെ കൃപ ആവശ്യമാണെന്ന് പറയാം.
സ്തോത്രം. അപ്പൊ റോമലേഖനം 7-ാം അധ്യായം പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു 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 ട്രൂത്ത് ഞാൻ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത്, പോള് സഹോദരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, പോൾ ഈ ലേഖനം എഴുതുന്നത് ഏകദേശം AD 60-കളിലോ 65-കളിലോ 67 കാലഘട്ടത്തിലായിരിക്കാം. സ്തോത്രം. അപ്പോൾ റോമില് ന്യായപ്രമാണം അറിയുന്നവരായ യഹൂദന്മാരായ അവരെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ചില സിനഗോഗുകൾ ഉണ്ടായിരുന്നു. അപ്പൊ കത്തോലിസിസം എന്ന കള്ള കമ്പനി പറയുന്ന പത്രോസിന്റെ പിൻഗാമികളല്ല അവിടെ ഉണ്ടായിരുന്നത്, യഹൂദന്മാരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോള് പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ പത്രോസിന്റെ പിൻഗാമികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പണ്ട് പറഞ്ഞല്ലോ, ഈ ബാബിലോണിയ സംസ്കാരത്തിന്റെ, ബാബിലോണിയ സഭയുടെ, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മിസ്റ്ററി ബാബിലോണിന്റെ ആരംഭമായിരിക്കുന്ന ബാബിലോണിയ മതത്തിന്റെ വേദഗ്രന്ഥത്തിന്റെ പേരായിരുന്നു പെട്രോമ. പെട്രോമ, അല്ലെങ്കിൽ അതിനെ പറയുന്നത് സ്റ്റോൺ ബുക്ക് എന്നായിരുന്നു. അതിനെ പെട്രോം എന്ന് വിളിച്ചിരുന്നത്. അതിന് ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ബുക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയത്തിന് യാതൊരു മാറ്റവുമില്ല. അതിൽ എന്ത് എഴുതിയിരിക്കുന്നോ അതുപോലെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ അവരുടെ മഹാപുരോഹിതരായിരുന്ന പൊന്തീഫിന് മാത്രമേ അധികാരമുണ്ടായിരുന്നുള്ളൂ. പിൽക്കാലത്ത് ഈ പെട്രോമയെ റോമ, പീറ്റർ ഓഫ് റോമ എന്ന് കൊണ്ടുവന്നു. പീറ്റർ ഓഫ് റോം. ഇങ്ങനെ ഉച്ചാരണങ്ങളിൽ കൂടെ വർഷങ്ങൾക്ക് ശേഷം കടന്നു വന്നപ്പോൾ, പത്രോസെ നീ പാറയാകുന്ന കത്തോലിക്കിന് വ്യാജമായിട്ട് പറഞ്ഞ കർത്താവ് നീ പത്രോസാകുന്ന പറഞ്ഞോളൂ. നിങ്ങൾ കത്തോലിക്കമായിട്ട് സംസാരിച്ച് നോക്കണം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തില് പറഞ്ഞെങ്ങനെയായിരിക്കും? നമുക്കത് വായിക്കണോ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ നന്നായിട്ട് വായിച്ചിട്ട് പോയേക്കാം. വലിയ വെളിപ്പാട് പത്രോസിന് കൊടുത്ത വെളിപ്പാടിന് അനുബന്ധിച്ചുകൊണ്ടാണ് പറയുമ്പോഴാണ് പറയുന്നത്, സ്തോത്രം, അതിന്റെ 16-ാം അധ്യായം, എല്ലാവരും എടുത്തോളും. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം തുടങ്ങി. ഇതൊന്നും നേരത്തെ പറയാൻ ആഗ്രഹിച്ചല്ല, പക്ഷെ വളരെ ഡീപ്പ് അടിസ്ഥാനങ്ങളിലേക്ക് പോയിട്ട് വേണം നമുക്ക് റോമാലേഖനം ശരിക്കൊന്ന് പഠിക്കാൻ. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 13 ഓൺവേഴ്സ് ഞാൻ വായിക്കുകയാണ്. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാർ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്. അപ്പോൾ കുറച്ചു നാളിൽ കർത്താവുമായിട്ടുള്ള പരിജ്ഞാനം വന്നു, ഇടപാടുകൾ കണ്ടു, ഓക്കെ, മറ്റിടത്തൊക്കെ സുവിശേഷം പോയി. അപ്പൊ കർത്താവ് ചോദിച്ചു, ഈ ജനമൊക്കെ പൊതുവെ എന്തൊരു അഭിപ്രായം പറയുന്നത്? അതാണ് അവിടെ. അപ്പോൾ താഴോട്ട് വന്ന് വായിക്കുമ്പോൾ പത്രോസ് പറഞ്ഞെന്താ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ, കർത്താവിനോടും കൂടെ നടന്നിട്ട് ചില അത്ഭുതങ്ങൾ കണ്ടത് കൊണ്ടോ, രോഗികളെ സൗഖ്യമാക്കിയത് കൊണ്ടോ, 5 അപ്പം കൊണ്ട് എത്രയോ പേരെ പോഷിപ്പിച്ചത് കൊണ്ടോ, ഇതുകൊണ്ടോ ഒന്നും അല്ല എന്ന് കർത്താവിടെ വ്യക്തമായി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിന്റെ പ്രവൃത്തികൾ കൊണ്ട് പല പല അത്ഭുതങ്ങളും നടത്തി മനുഷ്യന്റെ ശരീരത്തിനും പ്രാണനും ആവശ്യമുള്ളതായിട്ടുള്ള ഒരു സോഷ്യൽ വെൽഫെയർ സെന്റർ ആക്കിക്കൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് അതിൽ കൂടെയുള്ള ഒരു ക്രിസ്തു എന്നാണ് അല്ല പത്രോസ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, സ്തോത്രം, യേശു അവനോട്, ബറിയോനെ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാല് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കണ്ണടച്ചിരിക്കുമ്പോ എന്തോ കാണുക. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഈ വേറെ ഇടയന്മാരുടെ വേറെ വഴിയായി വരുന്നവരുടെ തന്ത്രങ്ങളൊക്കെയാണ്. ഹൃദയത്തിൽ തോന്നുന്നത് പിടിച്ചാൽ പ്രവചനമാണെന്ന് പറയുക, കണ്ണടയ്ക്കുമ്പോൾ കാണുക. വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ തന്നെ നമ്മുടെ പ്രാണനിലേക്ക് വെളിപ്പെടുത്തി തരിക. പോള് പറഞ്ഞു, ഞാനിത് മനുഷ്യരോട് പഠിച്ചതല്ല, ക്രിസ്തുവിനെ തന്നെ വെളിപ്പാടിനാലുള്ള സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? അവർ ചൊല്ലിക്കൊടുത്തോണോ?
നമ്മുടെ പ്രാണല് ക്രിസ്തുവിനെ ഉയർത്തെന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി നമ്മുടെ സോളിൽ വെളിപ്പെട്ട് കിട്ടിയ വ്യക്തികൾക്ക് അറിയാം ഈ വെളിപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന്. അല്ലാത്തവർക്ക് ഇത് മനസ്സിലാകുകയില്ല. അങ്ങനെ വെളിപ്പാട് കിട്ടിയപ്പോഴാണ് പോൾ പറയുന്നത്, അല്ലാണ്ട് അവന് ചെവിട്ടിൽ വന്നൊരു ആത്മാവ് മന്ത്രിച്ചു കൊടുത്തതല്ല നിന്റെ അടുത്ത് നിൽക്കുന്നവൻ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിനെ കാക്ഷിച്ചിരുന്ന യഹൂദന്മാരൊക്കെയും മശിഹ വരുന്നു. അങ്ങനെ കിട്ടിയതല്ല. സുവിശേഷം വെളിപ്പാടിനാൽ കിട്ടിയിട്ട് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. അതേപോലെ ഓരോ വിശ്വാസികളുടെയും ഹൃദയത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു വെളിപ്പെട്ട് കിട്ടണം. അതിനൊരു കണ്ടീഷൻ പറയണമെങ്കിൽ നമ്മൾ വീണ്ടും റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായി വേറൊരുവരാകേണ്ടത്, അവിടേക്ക് നമുക്ക് വരാം. അപ്പൊ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായി വേറൊരുവനെയാണ് ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നതെങ്കിൽ അവന്റെ പുനരുദ്ധാന ശക്തിയും ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് അറിയാൻ സാധിക്കും, ഞാൻ എന്താണ്, എന്റെ ജഡം എന്താണ്, ഇപ്പോൾ വെളിപ്പെട്ട് കിട്ടിയ പുനരുദ്ധാന ശക്തി എന്താണ്. ഇതാണ് ഇടയൻ. പത്രോസ് വ്യക്തമാക്കി മനസ്സിലാക്കി, ഇത് അത്ഭുതങ്ങളിലൂടെ കണ്ടതുകൊണ്ടല്ല. ആ കർത്താവ് പറയാമായിരുന്നു, അല്ലെങ്കിൽ പത്രോസ് നീ നല്ല മോനാ, ഇത്രയും അത്ഭുതങ്ങൾ കണ്ടിട്ട് നിനക്ക് മനസ്സിലായി, ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നിനക്ക് മനസ്സിലായില്ലോ, ഞാനിത് അഞ്ചപ്പം കൊണ്ട് പുരുഷന്മാർക്ക് മാത്രം 5000 പേർക്ക് ആഹാരം കൊടുത്തു, പിന്നെ ശേഷിച്ച 12 കോട്ടം നിങ്ങൾ മറക്കിയെടുത്തു, രോഗികളെ സൗഖ്യമാക്കി, മുടന്തിന് നടക്കവാറാക്കി, കുരുടന് കാഴ്ച കൊടുത്തു. നീ പറഞ്ഞ നല്ല കാര്യം നല്ല പറഞ്ഞത്. ബെറിയോന ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിന്റെ സോളില് ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി വെളിപ്പെടുത്തുകയായിരുന്നു. അപ്പൊ അവൻ വായി തുറന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തു. ആക്ച്വലി നമ്മൾ സംസാരിച്ചു പോകുന്ന സബ്ജക്റ്റ് ഇതല്ല. അവിടെ താഴെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 18-ാം വാക്യം, നീ പത്രോസ് ആകുന്നു. ഈ പെട്രോമയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു വന്നത്. അപ്പൊ കാത്തോലിക്കിന് പറയാ, നീ പത്രോസ് ആകുന്നല്ല പറയാ, പത്രോസെ നീ പാറയാകുന്ന പറയാ. ഈ വാക്ക് വന്നത് എവിടെ നിന്ന്? ഹിസ്റ്ററിയാണ് ഞാൻ പറഞ്ഞത്. ബാബിലോണിയൻ മതത്തിന്റെ അടിസ്ഥാന വേദഗ്രന്ഥത്തിന്റെ പേരായിരുന്നു പെട്രോമ അല്ലെങ്കിൽ സ്റ്റോൺ ബുക്ക്. ഇത് കാലാന്തരത്തില് ഞാനിവിടെ എനിക്കതിനെ പറ്റിയ ഒരു ട്രാജഡി പറഞ്ഞുതരാം. തൃശ്ശൂര് അമ്പാടി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അമ്പാടി. നമുക്ക് പ്രൊണൗൺസിയേഷൻ വരുമ്പോൾ ആരെങ്ങനെ ചെവിട്ടി പറഞ്ഞു അമ്പടി, മലയാളത്തിൽ പറയുക അമ്പടി. അപ്പൊ ഇതിനെ വായിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞ് അമ്പാടി എന്നതിന് പകരം അമ്പടി എന്ന് വായിക്കും. ഇതേപോലെ കാലാന്തരത്തില് പെട്രോമ എന്ന വാക്ക് കാലാന്തരത്തിൽ വന്നപ്പോൾ പെട്രോം പീറ്റർ ഓഫ് റോം എന്നായി. ഇതിൽ നിന്നാണ് പത്രോസെ നീ പാറയാകുന്നുള്ള ചൊല്ല് വന്നത്. വാസ്തവത്തിൽ എന്താ പെട്രോമ, അല്ലെങ്കിൽ ആ പെട്രോം എന്ന ബുക്കിനെ സ്റ്റോൺ ബുക്ക് എന്നാണ് വിളിച്ചിരുന്നത്. അത് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം തിരുവേനിമാർക്ക് അല്ലെങ്കിൽ പോപ്പുമാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ പേരിലാണ് 15-ാം നൂറ്റാണ്ടില് 15-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് മാർട്ടിൻ ലൂഥറെ പോലുള്ള അനേകർക്ക് ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നത്. ജോൺ കാൽവിൻ, ഇങ്ങനെ അനേകർക്ക് ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നത് ഇത് ഇന്റർപ്രറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഈ അടിസ്ഥാന ബൈബിളിനെ മനുഷ്യർക്ക് വായിക്കാവുന്ന രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരൊക്കെ കൊന്നടക്കിയത്. ഇതിന്റെ ബേസ് കിടക്കുന്നത് പെട്രോമ അല്ലെങ്കിൽ സ്റ്റോൺ ബുക്ക് എന്ന ബാബിലോണിയൻ മതത്തിന്റെ വേദഗ്രന്ഥത്തെ ഇന്റർപ്രറ്റ് ചെയ്യാനോ തിരുത്താനോ വേറെ ആർക്കും അധികാരമില്ലായിരുന്നു, പൊന്തീഫ്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം മനസ്സിലായി ഞാൻ പറഞ്ഞു വന്നത്. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പോൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് റോമിലുണ്ടായിരുന്നതായിട്ടുള്ള യഹൂദ മതത്തില് ന്യായപ്രമാണം അറിയുന്ന അവന് സഹോദരന്മാരോട് ഇൻട്രോഡ്യൂസ് ലെറ്റർ എഴുതുമ്പോൾ പറയാണ്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് റോമിന്റെ പാരമ്പര്യം പറഞ്ഞത് കത്തോലിക്കല്ല, അവിടെ യഹൂദന്മാരുണ്ടായിരുന്നു. യഹൂദ മതവിശ്വാസികൾ എന്ന് കൺവെർട്ട് ചെയ്തു വന്ന
ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴും ഈ പാരമ്പര്യം പറയുന്നവരൊക്കെ ഒന്ന് വെട്ടി മാത്രമെങ്കിൽ ഇതൊക്കെ ചെയ്തേ ഒക്കെയുള്ളൂ. സ്തോത്രം. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നിട്ട് മോള് പറയാണ്, ന്യായപ്രമാണം അറിയുന്നവരുള്ളൂ ഞാൻ സംസാരിക്കുന്നത്. ഇനി വലിയൊരു തിയറി സ്ഥാപിക്കാൻ പറയാണ്. മനുഷ്യൻ, വിശ്വാസി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ന്യായപ്രമാണം അറിയുന്ന യഹൂദ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ക്രിസ്ത്യാനികളോട്, വിശ്വാസികളോട് പറയുകയാണ്, മനുഷ്യൻ, വിശ്വാസി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഒരു എക്സാമ്പിൾ കൂടെ പറയാണ്. ഭാര്യ ഭർത്തൃ ബന്ധം. ഭാര്യ ഭർത്തൃ ബന്ധത്തില് ഭർത്താവിന് ഭാര്യയുടെ മേൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് ഭർത്തൃ ന്യായപ്രമാണം അല്ലെങ്കിൽ വിവാഹത്തിന്റെ ലോ അനുസരിച്ച് കൊണ്ട് ഒരു ബോണ്ടേജ് ഉണ്ട്. ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം ആ ഭാര്യ വേറൊരു പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേര് വരും. എന്നാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവൾ വേറൊരു പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേര് വരികയില്ല. അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവൾക്ക് വേണമെങ്കിൽ വേറൊരു പുരുഷന് ഭാര്യയായി തീരാം എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ക്രിസ്തു ന്യായപ്രമാണ സംബന്ധമായിട്ട്, ന്യായപ്രമാണം എന്ന് പറയുന്നത് ലോ ഓഫ് ഗാഡ്, ന്യായപ്രമാണം മനുഷ്യന്റെ മേൽ വിധിച്ചിരുന്നതായ ശിക്ഷയെ തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് സകല മാനവജാതിക്ക് പകരമായിട്ട് ആ ശിക്ഷ മുഴുവനും ഏറ്റെടുത്തു. എന്നിട്ട് പറയാണ് 4-ാം വാക്യത്തില്, നാം മരിച്ചിട്ട് ഉയർത്തെന്നുവെച്ചവനെ വേറൊരുവനാകേണ്ടതിന്. അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് വേറൊരു പുരുഷനാകാം. അപ്പോൾ ആ മാരേജിന്റെ ബോണ്ടേജിൽ നിന്ന് അവൾ സ്വതന്ത്രയായി, അവൾ വ്യഭിചാരിണി എന്ന് പേര് വരികയില്ല. അപ്പോൾ ക്രിസ്തു ന്യായപ്രമാണത്തിന് പൂർത്തീകരണമായി, ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്തിരുന്ന ലോ, ഡിമാൻഡ് ചെയ്തിരുന്ന കണ്ടീഷൻ, ന്യായപ്രമാണത്തിന്റെ നീതി, ദ ജസ്റ്റിസ് ഓഫ് ഗാഡ്, അത് ക്രിസ്തുവിൽ പൂർത്തീകരിച്ചതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അപ്പോൾ അവർക്ക് വേറൊരാവാന്ന് പറഞ്ഞാൽ അഞ്ചപ്പം കൊണ്ട് 5000 പേർക്ക് പോഷിപ്പിച്ചവർക്കല്ല, മരിച്ചവരെ ഒന്ന് ഉയർത്തെന്നേൽപ്പിച്ചവരല്ല, മരിച്ചിട്ട് ഉയർത്തെന്നിച്ചവരായി വേറൊരുവനാകേണ്ടത്. അപ്പൊ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കേണ്ടത് മരിച്ചിട്ട് ഉയർത്തെന്നിച്ചവന്റെ രീതികളാണ്. അവിടെ വരുമ്പോഴാണ് ഈ ഭൗതിക സുവിശേഷം പ്രസംഗിക്കുന്നവരൊക്കെ കാറ്റുപോകാൻ പോകുന്നത്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 10-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യങ്ങള്, മാത്യു ചാപ്റ്റർ 10 ആരംഭം. ഇത്ര ആൾക്കാർ ആക്ച്വലി ഇതൊന്നും അല്ലെന്ന് പ്രസംഗിക്കേണ്ടിയിരുന്നത്, എന്തോ ഞാൻ ഇതിന്റെ ഒരു അടിസ്ഥാനം ഇടാൻ പോവുകയാണ്. മാത്യു ചാപ്റ്റർ 10 1 തുടങ്ങിയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ആർക്കാ കൊടുത്തത്? ശിഷ്യന്മാർക്ക്. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ആരധികാരം കൊടുത്തത്? അധികാരം ഉള്ളവൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ കർണാടക സ്റ്റേറ്റിലുള്ള പോലീസിന് ഒരു അധികാരം കൊടുത്തു കഴിഞ്ഞാൽ വല്ല വാല്യൂ ഉണ്ടോ? അല്ലെങ്കിൽ കർണാടക ചീഫ് മിനിസ്റ്റർ കേരള പോലീസിന് ഒരു അധികാരം കൊടുത്താൽ വല്ല വാല്യൂ ഉണ്ടോ? അപ്പോൾ അധികാരം കൊടുക്കുവാൻ ഓതറൈസേഷൻ, ഡിവൈൻ ഓതറൈസേഷൻ ഉള്ളവന് അധികാരം കൊടുത്താൽ കാര്യമുള്ളൂ. ഇപ്പൊ മറ്റു പലരുടെയും അധികാരം കൊണ്ട്, ഓതറൈസേഷൻ കൊണ്ട് ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന അനേകരുണ്ട്. ഇതൊക്കെയാണ് വേറെ വഴിയായി വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. നമുക്ക് പോകേണ്ടത് എവിടേക്കാ? ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ള വാക്യത്തിലേക്ക് എൻ്റർ ചെയ്യണം. അതിനു മുമ്പുള്ള ചില ഇൻട്രൊഡക്ഷൻസ് ആണ് ഈ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഡിവൈൻ ഓതറൈസേഷൻ ഉള്ളവൻ, അല്ലെങ്കിൽ ക്രിസ്തു അനോയിന്റഡ് വൺ, ഈ പ്രവൃത്തി ചെയ്യുവാൻ ഡിവൈൻ ഓതറൈസേഷൻ ഉള്ളവനായി ക്രിസ്തു 12 ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു.
അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധി പൊറപ്പിപ്പാനും. സ്തോത്രം. അപ്പൊ വേറൊരാൾ അധികാരം കൊടുത്താലോ? ഇപ്പൊ കർണാടക ചീഫ് മിനിസ്റ്റർ വന്ന് കേരള പോലീസിന് അധികാരം കൊടുത്താൽ അതുകൊണ്ട് ആരെങ്കിലും അടുത്ത് അറസ്റ്റ് ചെയ്യാൻ ചെന്ന് ചോദിക്കും, അച്ഛാ എവിടുന്ന വന്നേ, ആരധികാരം തന്നേ? കർണാടക ചീഫ് മിനിസ്റ്റർ. അത് കാര്യം ഇത് ഈ കർണാടകയിൽ പോയി പ്രവർത്തിച്ചാൽ മതി, ഇവിടെ വേണ്ടെന്ന് പറയും. ഇല്ല, ഇതേപോലെ തന്നെയാണ് മറ്റൊരു സുവിശേഷമായിട്ട് വേറൊരു ആത്മാവുമായിട്ട് സുവിശേഷം വരുന്ന അവരുടെ അടുത്ത് നമ്മൾ അങ്ങനെ തന്നെ ഇടപെടണം. അതാ പൗലോസ് ഗലാത്യയിലായിട്ട് പറയുന്നത്, അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തില്ല. യോഹന്നാൻ പറഞ്ഞു, അത്തരക്കാരെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവർക്ക് കൈ കൊടുക്കരുത്, കുശലം പറയരുത്. നീ കുശലം പറഞ്ഞാൽ അവന്റെ പാപത്തിന് ഓഹരിക്കാരാകും. ഓക്കെ. അപ്പൊ ഈ അധികാരം കൊടുത്ത് അവർ ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. അവരുടെ പേരുകൾ പറയുന്നതാണ് പിന്നെ 4-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും പറയുന്നത്. സ്തോത്രം. 2 തുടങ്ങി 4-ാം വാക്യം പറയുന്നത് 12 ശിഷ്യന്മാരും പേര്. ഇനി ഈ 5-ാം വാക്യത്തോടെ വായിക്കണം. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും. അപ്പൊ ഈ രോഗശാന്തിയും ഭൂതശാന്തിയും ശുശ്രൂഷ അടയാളമായി കൊടുത്ത് അവർ പറയാൻ പോകുന്ന സുവിശേഷത്തിന് സ്ഥിരീകരണത്തിന് അടയാളമായിട്ട് കൊടുത്തതാണ്. സ്തോത്രം. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിക്കാനും അധികാരം. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചെന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെ. അപ്പോൾ ഈ സുവിശേഷം അയക്കുന്നത് ജാതികൾക്കുള്ളതല്ല. അപ്പൊ 10-ാം അധ്യായം മത്തായി സുവിശേഷം 10-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് രോഗസൗഖ്യങ്ങളോ ഭൂതശാന്തിയോ മറ്റ് സോഷ്യൽ വെൽഫെയർ സെന്റർ ആയിട്ട് അത് ശരീരത്തിന്റെയും പ്രാണന്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രസംഗം പ്രസംഗിക്കുന്നത് ഈ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണെങ്കിൽ ഇതിന് ഇന്നൊരു വാല്യൂ ഇല്ലെന്ന് പറയാനാണ് ഞാൻ പോകുന്നത്. ശരിക്കും മനസ്സിലാക്കണം. ജാതികളുടെ അടുക്കൽ പോകാതെ യഹൂദന്മാര് അല്ലാത്ത എല്ലാവരെയും വിളിക്കുന്ന പേരാണ് ജാതികൾ. ഇന്ന് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സുവിശേഷം അധികാരം തന്നതിന് ശേഷം ഭൂലോകത്തിലൊക്കെ പോയി സകലസൃഷ്ടിയോട് സുവിശേഷം പറയും എന്നുള്ള കമാൻഡ്മെന്റ് കമ്മീഷനും കിട്ടിയതിന് ശേഷം യഹൂദ മതത്തിൽ നിന്നും ജാതികളിൽ നിന്നും സുവിശേഷം കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിനോട് സുവിശേഷം കേട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നവർ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചവർ വിളിക്കുന്ന പേരാണ് ദൈവസഭ. അപ്പൊ ഇന്ന് 3 കൂട്ടരാണുള്ളത്. ഒന്ന് യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ അബ്രാഹാം എന്ന് ഇസ്ഹാക്ക് എന്ന് യാക്കോബ് എന്ന് ജനിച്ച 12 ഗോത്രങ്ങള്. അപ്പൊ വീണ്ടും ഒരു കാര്യമാണ് വരുന്നുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങളെ എല്ലാവരും ഒന്ന് ചെത്തി മിനുക്കി കറക്റ്റ് ഉദ്ധരിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവൻ നീതിയായി കണക്കിട്ടു. 17-ാം അധ്യായത്തില് 15-ാം അധ്യായത്തിൽ വിശ്വസിച്ച വിശ്വാസത്തിന് അടയാളമായിട്ട് ശരീരത്തിൽ പരിച്ഛേദന എന്നൊരു അടയാളം കൊടുത്തു. അപ്പോൾ അബ്രാഹാമിന് ഇസ്ഹാക്കിൽ നിന്നും സാറായിൽ നിന്ന് സന്തതികൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ മിസ്രൈമ ദാസിയായിരുന്ന ഹാഗറിൽ നിന്നും സന്തതികളുണ്ട്. സാറാമിച്ച് മരിച്ചതിന് ശേഷം കെതൂറയിൽ നിന്നും സന്തതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അബ്രഹാം അപ്പച്ചന് പരിച്ഛേദന ഏറ്റെന്ന് പറഞ്ഞുകൊണ്ട് കെതൂറയിൽ നിന്ന് ജനിച്ചവരും മിസ്രൈമ ദാസിൽ നിന്ന് ജനിച്ചവരും ഇന്ന് പരിച്ഛേദന ഏറ്റാൽ പരിച്ഛേദന എന്തിനാ കൊടുത്തത്? അബ്രാമിന് 15-ാം അധ്യായത്തിൽ വിശ്വസിച്ച് നീതിമാൻ എന്ന അടയാളം കിട്ടി. വിശ്വാസത്തോട് ബേസ് ചെയ്ത് കിട്ടിയ അടയാളമാണ് നീതീകരണം. അപ്പൊ യഹോവ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അതിന് കൊടുത്ത അടയാളമാണ് പരിച്ഛേദന. അപ്പൊ അബ്രാഹാം പരിച്ഛേദന ഏറ്റു, ഇസ്ഹാക്ക് പരിച്ഛേദന ഏറ്റു. അതുകൊണ്ട് അബ്രാഹാം എന്ന് ജനിച്ച കെതൂറയുടെ മക്കളും മിസ്രൈം ദാസിയായിരുന്ന ഹാഗറിന്റെ മക്കളും പരിച്ഛേദന ഏറ്റതുപോലെ ഏറ്റാൽ അവർക്ക് വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം കിട്ടുമോ? നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നു പറയുമ്പോൾ അത് സന്തതികൾ എന്ന് അനേകരെ കുറിച്ചല്ല എന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സന്തതി എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസം ക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇന്ന് അബ്രാഹാം എന്ന് ജനിച്ച കെതൂറയുടെ മക്കളും അവന്റെ പരമ്പരകളും
മിസ്രൈം ദാസി എന്ന് ഗാഗറിന് ജനിച്ച അവരുടെ പരമ്പരകളും പരിച്ഛേദന അല്ലെങ്കിൽ ശുന്നത്ത് ഏൽക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ക്രിസ്തുവേശുവിൽ വീണ്ടും ജനനം പ്രാപിക്കാതെ ക്രിസ്തീയ ഗോളത്തിൽ ക്രിസ്ത്യാനി എന്ന് പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, ഞാൻ ശരിക്കും മനസ്സിലാകുന്നുണ്ടോ? അബ്രാഹാമിന് വിശ്വാസത്തിലെ നീതീകരണം ലഭിച്ചതിന്റെ അടയാളമായിട്ടാണ് 17-ാം അധ്യായത്തിൽ പരിച്ഛേദന എന്ന അടയാളം കൊടുത്തത്. അതും പറഞ്ഞുകൊണ്ട് മിസ്രൈം ദാസിയായ ആഗർ ജനിച്ച മക്കളും കെദൂറിന് ജനിച്ച മക്കളും ഇന്ന് പരിച്ഛേദന ഏൽക്കുന്നുണ്ട്. അവർക്ക് മശിയാനുള്ള വാഗ്ദത്തം യാക്കോബിന് അല്ലെങ്കിൽ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്തിന് യാതൊരു അംശമില്ല. അവർക്ക് പരിച്ഛേദനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരിച്ഛേദന പൊക്കിക്കൊണ്ട് നടന്നാൽ അവർക്ക് അനുഗ്രഹം കിട്ടുന്നില്ല. സ്തോത്രം. നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള കാര്യമാണ് പറയുന്നത്. അതേപോലെ വീണ്ടും ജനനം പ്രാപിക്കാത്ത ഞങ്ങൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഒരു അടയാളം കൊണ്ട് നടന്നാൽ ദൈവം ക്രിസ്തുവിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിലേക്ക് വരികയാണ്. സ്തോത്രം. ഈ 12 പേരെ യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും. അപ്പോൾ ജാതികൾ ആരാണ് എന്നൊന്ന് ക്ലാസിഫൈ ചെയ്യാനായിരുന്നു. യഹൂദൻ ആരാണ്, യഹൂദന്റെ പരിച്ഛേദന എന്താണ്, ഹാഗറിൽ ധരിച്ചവരുടെയും കെദൂറിൽ ധരിച്ച മക്കളുടെയും പരിച്ഛേദന എന്താണ്, ഇത് തമ്മിലെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി തന്നത്. അതേപോലെ തന്നെയാണ് വ്യാജ സുവിശേഷം കേട്ടുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പറഞ്ഞത് കൊണ്ടൊന്നും വീണ്ടും ജനനം നടക്കുകയില്ല. അപ്പോൾ ജാതികളുടെ അടുക്കൽ പോകാതെ. മറ്റൊന്ന് പറഞ്ഞു, ശമരിയുടെ പട്ടണങ്ങളിൽ കടക്കാതെയും. ഈ ശമരിയുടെ പട്ടണം കടക്കണം എന്ന കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ സമയം ഞാൻ അത് വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം വായിക്കണം. അശൂർ രാജാവ് കടന്നു വന്ന് ശമരി ദേശത്തുണ്ടായിരുന്നിട്ടുള്ള ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് അശൂരിൽ പാർപ്പിക്കുകയും അശൂരിൽ ഉണ്ടായിരുന്ന കുറെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് ശമരിയിൽ പാർപ്പിച്ചു. യേശു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കടന്നു പോകുമ്പോൾ ഈ അശൂരിൽ നിന്ന് കടന്നു വന്ന അസ്രിയൻസിൽ പെട്ടതാണ് ശമരി സ്ത്രീ. അവർ പറഞ്ഞത് എന്താ? നമ്മുടെ പിതാവായ അബ്രാഹാമിനേക്കാളും നീ വലിയവനാണ്. ആ വാക്യം എടുത്ത് വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം എടുക്ക. യോഹന്നാൻ 4-ാം അധ്യായം. സ്തോത്രം. നാലാം അധ്യായത്തിന്റെ 11-ാം വാക്യം തുടങ്ങി വായിക്കുക. യോഹന്നാൻ സുവിശേഷം എല്ലാവരും എടുക്കണം. 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം തുടങ്ങി. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? ശമരിയ ദേശത്ത് നിന്ന് കടന്ന അസ്രിയ സ്ത്രീ പറയുകയാണ്, അല്ലെങ്കിൽ അശൂരിൽ നിന്ന് കടന്നു വന്ന അസ്രിയ സ്ത്രീ ശമരിയിൽ വന്ന് താർത്തെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, യഹൂദ ഗോത്രത്തിൽ ജനിച്ച യേശുവിനോട് പറയാണ്, നിന്റെ അപ്പനും എന്റെ അപ്പനും ഒന്നാണ്. അതല്ല വാക്യത്തിന്റെ അർത്ഥം. നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവന്. ക്രിസ്ത്യാനിത പറഞ്ഞുകൊണ്ട് വീണ്ടും ജനനം പ്രാപിക്കാതെ ഈ അശൂരിൽ നിന്ന് പിടിച്ചുകൊണ്ടുന്ന സ്ത്രീ ശമരിയില. നീ പെന്തിക്കോസിൽ കടന്നു വന്നു, പക്ഷെ വീണ്ടും ജനം പ്രാപിച്ചിട്ടില്ല. നീ ക്രിസ്തീയ നാമം എടുത്തു, പക്ഷെ നീ വീണ്ടും ജനം പ്രാപിക്കാതിരുന്നെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ കെദൂരിയുടെ മക്കൾ പരിച്ഛേദന ഏൽക്കുന്നതും മിസ്രൈമ ദാസിയായ ഹാഗറിന്റെ മക്കൾ പരിച്ഛേദന ഏറ്റുകൊണ്ട് അടയാളം കൊണ്ട് നടക്കുന്നതിന് തുല്യമുള്ള. ശമരിയ സ്ത്രീ പറയാണ്, അശൂരിൽ നിന്ന് കടന്നു വന്നിട്ട് ശമരി താമസിക്കുന്ന അസ്രിയ സ്ത്രീ പറയാണ്, നിന്റെ അപ്പനും എന്റെ അപ്പനും ഒന്നല്ലയോ? അതെങ്ങനെ നടക്കുന്നേ? അപ്പൊ ക്രിസ്തീയ കോളത്തില് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്ന എല്ലാവരും ഈ ശമരിയ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പിതാവേ എന്ന് വിളിക്കാൻ യോഗ്യതമാകുമാറ് ദൈവ കുടുംബത്തിൽ ജനിച്ചവനാണോ അല്ലയോ എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. വിഷയം സീരിയസാ. ഇത് അവകാശം കിട്ടേണ്ട വിഷയമാണ്. പാരമ്പര്യമായിട്ട് യഹൂദ സംസ്കാരം അനുസരിച്ചുകൊണ്ട് ഈ ദാസി പ്രസവിച്ചവർക്ക് അബ്ബാ പിതാവ് എന്ന് വിളിക്കാനുള്ള യോഗ്യതയില്ല. കാരണം ദാസി പ്രസവിച്ച മക്കൾ അബ്ബാ പിതാവ് എന്ന് വിളിച്ച് അംഗീകരിച്ചാൽ അവകാശം കൊടുക്കണം. ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കൊണ്ടതാ. ശമരിയ സ്ത്രീ
അശൂരിന്ന് വന്നതാ. യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിച്ച യേശുവിനോട് പറയാം നിന്റെ അപ്പനും എന്റെ അപ്പനും ഒന്നല്ലേ. ഇതിവിടെ അസ്രീന്ന് കടന്ന ജാതിപ്പെട്ടവളാ. ആ ക്രിസ്തീയ ഗോത്രത്തിൽ ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് നീട്ടി പ്രാർത്ഥിക്കുക. പാരമ്പര്യമായിട്ടാണെങ്കിൽ വാർത്തോമല്ലോ ഒക്കെ പേരൊക്കെ കുറച്ചും കൂടി അങ്ങ് നീട്ടി പാട്ടുപാടിയാണ് പ്രാർത്ഥിക്കുന്നത്. കത്തോലിക്കലായ കള്ളുകൂടി അച്ഛന്മാരാണെങ്കിൽ വളരെ ഷോർട്ടാണ്, 1 സെക്കൻഡോട് മുഴുവൻ പ്രാർത്ഥിച്ചു കളയും. വാർത്തോമലിയാക്കോവിലാണെങ്കിൽ കുറച്ചും കൂടി വളരെ നീട്ടിയാണ് നമുക്ക് പ്രാർത്ഥിക്കുക. അങ്ങ് പാടി പ്രാർത്ഥിക്കുമ്പോൾ ശമരിക്കാരിയ സ്ത്രീ പറഞ്ഞതുപോലും ഹാഗറിന് ജനിച്ച മക്കളും കെതൂറയ്ക്ക് മറിഞ്ഞ മക്കളും പരിച്ഛേദം എടുക്കുന്ന തുല്യമുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ എവിടെ പോകരുത്? ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയ പട്ടണങ്ങളിൽ പ്രവേശിക്കാതെയും കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ പോകും. അപ്പൊ ഈ മെസ്സേജ് യേശു കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്താണ്? അത് ആദ്യം പറഞ്ഞിട്ട് അടുത്ത കാര്യം പറയാം. പോയിട്ട് പറയുന്നതാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പി. അപ്പോൾ ആ 12 പേരെ അയച്ചിട്ട് അവർക്ക് പറയാൻ കൊടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. സമീപിച്ചിരിക്കുന്നുള്ള സുവിശേഷമാണ്. ആ സുവിശേഷത്തെ സ്ഥിരീകരിക്കാൻ കൊടുത്തുള്ള അടയാളമാണ് ഭൂതങ്ങളെ പുറത്താക്കുകയും സകലവിധ വ്യാധി പോർപ്പിപ്പിക്കാനുള്ള അധികാരം. ആരെ കൊടുത്തത്? ക്രിസ്തു. അനോയിന്റഡവൻ, ഓതറൈസേഷൻ ഉള്ളവൻ. ആർക്കാ കൊടുത്തത്? 12 ശിഷ്യന്മാർക്ക്. ആരുടെ അടുക്കൽ പോയി സുവിശേഷം പറയേണ്ടത്? ജാതികളുടെ അടുക്കൽ പോകരുത്, ശമര്യ പട്ടണത്തിൽ കടക്കരുത്, ഇസ്രായേലിൽ കാണാതെ പോയി ആളുകൾക്ക് സ്പെസിഫിക് ആയിട്ട് പറയേണ്ട സുവിശേഷം എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതും പറഞ്ഞുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി കർത്താവായ യേശു ക്രിസ്തു ഉയർത്തുന്നതിന് ശേഷം പെന്തക്കോസ്ത് നാളില് മാളിയിൽ 120 പേര് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ആത്മീക ദൈവരാജ്യം സ്ഥാപിച്ചു. എന്നിട്ടും ഈ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലെ സുവിശേഷം പറഞ്ഞുകൊണ്ട് കടന്നാൽ അത് വേറൊരു സുവിശേഷമല്ലയോ, വേറെ വഴിയായിട്ട് വരുന്നതല്ലയോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വേറെ വഴിയായിട്ട് വരുന്ന ട്രാക്ക് മനസ്സിലാകുന്നുണ്ടോ? ശമര്യക്കാരിയ സ്ത്രീ നിന്റെ അപ്പനും എന്റെ അപ്പനും ഒന്നാണെന്ന് പറഞ്ഞതിന് തുല്യമുള്ളൂ. സ്തോത്രം. ഏകദേശം മനസ്സിലായി തോന്നുന്നു. സ്തോത്രം. നിങ്ങൾ ഡീറ്റെയിൽ മനസ്സിലാക്കണം. ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം എടുത്ത് വായിച്ചാൽ മതി. സ്തോത്രം. 17 1 തുടങ്ങി 6, 23 തുടങ്ങി 24 വരെയും 25 തുടങ്ങി 29 വരെയും. 2 കിങ്സ് സ്തോത്രം ചാപ്റ്റർ 17 വേഴ്സസ് 1 to 6, 23 to 24, 25 to 29 വരെ വായിച്ചാൽ നിങ്ങൾ ടോട്ടൽ ചാപ്റ്റർ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ ഡീറ്റെയിൽ എന്താണെന്ന്. അങ്ങനെ അശൂരിൽ നിന്ന് പാർപ്പിച്ചു കൊണ്ടുവന്ന ശമര്യക്കാരിയ സ്ത്രീ, ശമര്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ അശൂര്യക്കാരിയ സ്ത്രീ, അസ്രിയൻ വുമണാണ്. അവള് പറയാണ് യഹൂദ ഗോത്രത്തിൽ ജനിച്ച നിന്റെ അപ്പനും എൻ്റെ അപ്പനും ഒന്നാണെന്ന്. ഇതേപോലെയുള്ള വീണ്ടും ചലനം പ്രാപിക്കാതെ ക്രിസ്തീയ നാമത്തില് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്നവരുടെ ഗതി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഇനി എവിടേക്ക് വരണം? സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലയോ ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോള് റോമിലുണ്ടായിരുന്നതും യഹൂദ മതാനുസരികളിൽ വിശ്വാസത്തിലേക്ക് വന്ന വിശ്വാസികൾക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്തോത്രം. എന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞു കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. പോള 7-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് എന്താ? വീണുപോയ മനുഷ്യൻ, ഏതൻ തോട്ടത്തിൽ വെച്ച് വീണുപോയ മനുഷ്യൻ സെൽഫിന്റെ ഡിസൈനകത്ത് കടന്നു. വൃക്ഷഫലം കാണുവാൻ നല്ലത്, തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലെ വാഴാൻ സാധിക്കും. അതാണെന്നല്ലോ പാമ്പ് കൊടുത്ത ഉപദേശം. വൃക്ഷഫലം തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾക്ക് നന്മ തിന്മകളെ കുറിച്ച് അറിവുള്ളവരായി ദൈവത്തെ പോലെയാകാം. അപ്പൊ എന്തിനു വേണ്ടിയാ? നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിവുള്ളവരായി ദൈവത്തെ പോലെ ആകാം. ദൈവം സെൽഫ് എക്സിസ്റ്റഡ് ആയിരിക്കുന്നത് പോലെ തങ്ങൾക്കും ദൈവത്തെ കൂടാതെ സെൽഫ് എക്സിസ്റ്റഡ് ആകാം എന്നുള്ള മോഹത്തോടു കൂടെയാണ് വൃക്ഷഫലം പറിച്ചു തിന്നതും
സ്തോത്രം. നന്മത്തിന്മേൽ തിരിച്ചറിയാൻ കഴിവായി. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ എപ്പോഴും ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നാൽ ദൈവത്തിന്റെ നീതി പറയുന്നത് നീ മരണയോഗ്യ. ഇതാണ് നമ്മൾ റോമാലേഖനം 8-4 അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത്. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ദൈവത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അവിടേക്ക് ഞാൻ വരാം. അപ്പൊ ദൈവത്തിന്റെ നീതി ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യന്റെ തലമുറയായിരിക്കുന്ന ഏതൊരു മനുഷ്യനും അബ്ബാ പിതാവെന്നോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെന്നോ ഏതെല്ലാം പേര് വിളിച്ച് ദൈവത്തോട് ക്രിസ്തുവിനെ കൂടാതെ അടുക്കാൻ ശ്രമിച്ചാൽ ദൈവനീതി പറയുന്നത് നീ മരണയോഗ്യ. നീ നിന്റെ പേഴ്സണൽ ഡിസയർ, നിന്റെ ഫ്ലഷിലുള്ള ആഗ്രഹത്തെ നിവർത്തീകരിക്കാൻ, നിന്റെ സെൽഫ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി മാത്രമേ നിന്റെ ഭൗതിക ആവശ്യങ്ങൾ നടക്കാൻ, നിന്റെ ഭാരം മാറാൻ, നിന്റെ പ്രയാസം മാറാൻ, നിനക്ക് സ്വർഗത്തിൽ പോകാൻ, നിനക്ക് നരകത്തിൽ രക്ഷ പ്രാപിക്കാൻ, ഇങ്ങനെ നിനക്ക് നിന്റെ പേഴ്സണൽ ഡിസൈർനെസ്സിനെ നീ ഗ്രാറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമേ എൻ്റെ അടുത്തേക്ക് വരുന്നുള്ള. പക്ഷേ നീതി നിവർത്തിക്കപ്പെട്ടിട്ടുണ്ടോ? നിന്റെ മേൽ ദൈവിക ഭരണകൂടം വിധിച്ച ശിക്ഷ നിവർത്തിക്കപ്പെട്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഈ മനുഷ്യനെ അവിടെ ഭാര്യയായിട്ടാണ് കണക്കിടുന്നത്. ഭർത്താവ് ന്യായപ്രമാണം. അപ്പോൾ ഇപ്പോൾ ദൈവത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ലോ, ഡിവൈൻ ലോ, ഈ ജസ്റ്റിസ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ നീതി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ മരണയോഗ്യ. അങ്ങനെ മനുഷ്യൻ സകലവിധ പ്രവൃത്തിയിൽ കൂടെ ശ്രമിച്ചു നോക്കി. സിനാൻ മലയിൽ വെച്ച് കൽപ്പനകൾ കൊടുത്തപ്പോൾ പറഞ്ഞ എന്താ? ഞങ്ങൾ ഈ സകല വചനങ്ങൾ അനുസരിച്ച് നടന്നുകൊള്ളാം. സെൽഫ് പൊങ്ങാണ്. ഞങ്ങൾ സകല വചനങ്ങൾ അനുസരിച്ച് നടന്നുകൊള്ളാം. നീ ഞങ്ങൾ സഹായിക്കണമെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ നടന്നുകൊള്ളാം. നടക്കാൻ നോക്കി. അതാണ് പൗൽ പിന്നെ റോമാലേഖനത്തിൽ തുടർന്ന് പറയുന്നത്, ന്യായപ്രമാണം നമുക്ക് പാപത്തിന്റെ ഓർമ്മ വരുത്തുന്നതേ ഉള്ളൂ. അതിന്റെ 5-ാം വാക്യം, ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്ക വേണം. അപ്പൊ ലോ പറയുമ്പോഴൊക്കെ അടുത്തുള്ള പാപം പത്തിപ്പൊക്കുകയാണ്. മോഹിക്കരുത് ഒരു കൽപ്പന തന്നില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മോഹിക്കരുത് കൽപ്പന വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്നിട്ടുള്ള മോഹം പത്തി തുടങ്ങി. എനിക്ക് സകലവിധ മോഹം ജനിപ്പിച്ച എന്നെ മരണത്തിന് അടിമയാക്കി. ലോയിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ലോ കൊടുത്തപ്പോൾ അകത്തിരിക്കുന്ന സെൽഫ് തലപ്പൊക്കി അങ്ങനെ മരണത്തിന് അടിമയാക്കുകയാണ്. അപ്പൊ റോമലേഖനം 7-ാം അധ്യായം ശരിയായി പഠിച്ചാല് ഈ 8-ാം അധ്യായത്തിൽ അതുകൊണ്ട് എന്നുള്ള ആ ക്ലോസ് മനസ്സിലാകുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് ക്രിസ്തുയേശുവിൽ വസിക്കേണ്ട ആവശ്യകത മനസ്സിലാകുകയുള്ളൂ. അപ്പോഴാണ് റോമാലേഖനം 4-ാം വാക്യത്തിൽ, മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന 4-ാം വാക്യത്തിലെ ന്യായപ്രമാണത്തിലെ നീതി നിവൃത്തിയാകേണ്ടത് ശരിക്കും മനസ്സിലാകും. ഞാൻ വർഷങ്ങളായി ഇതേ കാര്യം തന്നെ പല പ്രാവശ്യം പ്രസംഗിക്കുന്നു. യൂട്യൂബിലൊക്കെ പലർക്കും ഇപ്പോൾ ഇഷ്ടമില്ല. പലരും നേരത്തെ കണ്ടുകൊണ്ടിരുന്നവരൊക്കെ കാണാതെയായി. എന്താ അറിയാമോ? സെൽഫിനെ റിനൗൺസ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് അത് കുറച്ചുകൂടി എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. താല്പര്യമില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന പകരം അവിടെ ശബ്ദം കേൾപ്പിക്കുന്നത് വേറെ പലരുമായിരിക്കും. വഴി തെറ്റിപ്പോയി ചെന്ന് പിടിക്കപ്പെടുന്നത് ചെന്ന് ചേർന്ന നരകത്തിലായിരിക്കും. അതിൽ നിന്നും ചിലരെ വലിച്ചു കയറ്റാൻ വേണ്ടിയാണ് കുറച്ച് പ്രയാസപ്പെട്ടാലും വേണ്ടില്ല ഇതൊന്ന് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണം അനുസരിച്ച് നടത്തുമ്പോൾ ദൈവത്തിന്റെ അടുത്തേക്ക് മാനവജാതി എപ്പോൾ ചെല്ലുമ്പോഴും ഡിവൈൻ ലോ പറയും, നോ, നീ നിന്റെ സെൽഫിന്റെ ഡിസൈറിന് വേണ്ടിയാണ് വരുന്നത്. നീ വേണേ പ്രസംഗിക്കുന്നവരായിരിക്കും, രോഗശാന്തി വരുന്നവരായിരിക്കും, സുവിശേഷം കേൾക്കുന്നവരായിരിക്കും, നീ യേശു വിശ്വസിക്കുന്നവരായിരിക്കും. പക്ഷേ ഡിവൈൻ ലോക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്താത്തോടത്തോളം നിന്റെ മേലുള്ള ജസ്റ്റിസ്, നിന്റെ മേലുള്ള ന്യായവിധി മാറുന്നില്ല. 8-ാം അധ്യായത്തിൽ നമ്മൾ എന്താ പറഞ്ഞ? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഇതിലേക്ക് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഡീപ്പായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പോലെ സംസാരിക്കുന്നത്. സ്തോത്രം. മത്തായി സുവിശേഷത്തിൽ നിന്നോ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒന്നും പ്രസംഗിക്കേണ്ട ഒട്ടും ആഗ്രഹിച്ചതല്ല. എന്നാലും നമ്മൾ ആയിരിക്കുന്ന ഇടം എവിടെയാണെന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. 7-ാം അധ്യായത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 8-ാം അധ്യായത്തിലെ ആ ക്ലോസ് ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്.
ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഈ ഒരു കണ്ടീഷനിലേക്ക് ഈ ശബ്ദം കേൾക്കുന്ന ഏവരും എത്തിച്ചേരണമെന്നാണ് ഈ പ്രസംഗം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഈ ശബ്ദം കേൾക്കുന്നവർ ലൈവായിട്ട് കേൾക്കുന്നവരായിക്കോട്ടെ, വീഡിയോ യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നവരായിക്കോട്ടെ, ഒരു ആത്മാർത്ഥതയോടുകൂടിയ പ്രാർത്ഥന, കർത്താവേ ഈ മെസ്സേജുകൾ കൃത്യമായിട്ട് കേൾക്കണം, ഇതിനാഴം എനിക്ക് മനസ്സിലാകണം, എന്നെ തന്നെ നീ ഒന്ന് വിവേചിക്കണം, വ്യസനത്തുള്ള മാർഗം എന്നിലുണ്ടോ നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ എത്തിക്കണം, കൃപ കാണിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ സ്വർഗീയ പിതാവേ, നീ അടിയങ്ങളോട് സംസാരിക്കുന്നല്ലോ, നിന്റെ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, തിരുവഴുത്തിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയതുപോലെ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ലെന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനവും കർത്താവെ എപ്പോൾ കേട്ടാലും ഈ സൗഭാഗ്യത്തിലേക്ക് എത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ കൂടാതെ സാധ്യമല്ല കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തിനെതിരായിട്ട് വാക്കത പ്രവർത്തിക്കുന്ന ഭൂരാജാക്കന്മാർ, മതവിഭാഗങ്ങൾ നിന്റെ ശക്തി, നിന്റെ ജ്ഞാനവും കാണാനിടയാകട്ടെ. നിന്റെ ജനത്തിന് അതിരുകൾ നീ കാക്കുന്നതിനായി സ്തോത്രം. നീ കൽപ്പിച്ചാക്കിയ അതിരുകൾ നീ വിശാലമാക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന്മേൽ, നാം അനുഗ്രഹിച്ച അനുഗ്രഹത്തിന്മേൽ, നാം കേട്ടതായിട്ടുള്ള ഓരോ വചനത്തിന്മേലും, നാം എടുത്ത ഹൃദയ തീരുമാനങ്ങളിന്മേൽ, നാം ചെയ്ത ശുശ്രൂഷകളിന്മേൽ ഈ നിമിഷം തുടങ്ങി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരെയും പ്രവർത്തിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ ചെയ്ത് നൽകിയ ദൈവത്തെ കരങ്ങളിൽ നമുക്ക് ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. സ്തോത്രം.